എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദേവക്. ഡാൻഡ്രഫ് അഥവാ താരൻ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. താരൻ കൂടുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടുകയും അതുപോലെ മുടിയുടെ ആരോഗ്യം കുറയുകയും ചെയ്യുന്നു. ഇത് കൂടുമ്പോൾ ചൊറിച്ചിലും അതുപോലെ പല അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. താരന് എഫക്റ്റീവായിട്ടുള്ള ഓയിലിനെ കുറിച്ചും അത് വരാതിരിക്കാനുള്ള പ്രതിവിധിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. താരനുള്ള കെമിക്കൽ ഷാമ്പുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമെങ്കിലും വീണ്ടും താരന്റെ പ്രശ്നങ്ങൾ വരുന്നതായി കാണാം. കഴിഞ്ഞൊരു വീഡിയോയിൽ താരന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് താരൻ നമ്മുടെ ശരീരത്തിൽ ചിലവർക്ക് കൂടുതലായിട്ട് വരുന്നത്, അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിലും നമ്മൾ ഭക്ഷണത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. താരന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ കൂടുതലായിട്ട് സ്കാൽപ്പില് തലയൊട്ടിയിൽ സിവിയർ സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അഥവാ ബ്രേക്ക്ഔട്ട്സോ കൂടുതലായിട്ട് പൊലിഞ്ഞു വരും, അങ്ങനെ വേദന അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് അതിനുള്ള പൂർണ്ണമായി മാറാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ടതുണ്ട്. സീതാറാമിന്റെ ആന്റി ഡാൻഡ്രഫ് ഓയിൽ അഥവാ സ്കർഫ് ഓയിൽ ഡാൻഡ്രഫിന് ഫലപ്രദമാണ്. എത്രത്തോളം ഫലപ്രദമാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദന്തപാല. ഇത് ആയുർവേദത്തിൽ താരന് ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായൊരു മെഡിസിനാണ്. ഇത് ഡാൻഡ്രഫിന് വളരെ ഫലപ്രദമാണ്. അടുത്ത് ദുർദുര അഥവാ ദത്തൂര. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ആന്റി ഡാൻഡ്രഫ് മെഡിസിനാണ്. ഇതും വളരെ നല്ലൊരു മെഡിസിനാണ് താരന് വേണ്ടി. ഇത് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ ആയുർവേദശാലയിലും മറ്റ് ഫേമസ് ആയിട്ടുള്ള ഫാർമസിയിലൊക്കെ ക്ലാസിക്കൽ മെഡിസിനായ ദുർദുര പത്രാതി കേരളത്തിൽ അടങ്ങിയിട്ടുള്ളത് ഈ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു താരന് വേണ്ടിയുള്ള ഒരു മെഡിസിനാണ്. ഈ ഓയിലിൽ പ്രത്യേകിച്ച് പെർഫ്യൂംസിൻ്റെ മണമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഹെർബൽ ഓയിലിൻ്റെ മണമാണ്. താരൻ പോലുള്ള സ്കിൻ ഡിസീസിന് വളരെ ഫലപ്രദമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഓയിലുള്ളത്. അതുകൊണ്ട് തന്നെ താരൻ മാറുവാനും മുടി തഴച്ച് വളരുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണ തന്നെയാണിത്. ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിന് ഇതുപോലെയുള്ള മെഡിസിനൽ ഓയിൽസ് ഏരിയ ചൂടാക്കി നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. തലയൊട്ടിയിൽ മസാജ് ചെയ്ത് 30 മിനിറ്റ് ശേഷമോ അഥവാ 1 മണിക്കൂറിന് ശേഷം കുളിക്കാവുന്നതാണ്. അതുമല്ലാതെ നമുക്ക് ഓവർനൈറ്റ് വെക്കാവുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്ത് രാവിലെ കഴുകി കളയാവുന്നതാണ്. ഇതാകുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ്. അപ്പോഴും ചിലവർക്ക് ഓവർനൈറ്റ് വെക്കാൻ പാടില്ല. അത് ഏത് കണ്ടീഷനാണെന്ന് പറയാം. ആർക്കൊക്കെയാണ് നമുക്ക് ഓവർനൈറ്റ് വെക്കാൻ പാടുള്ളതെന്ന് വെച്ചാൽ, ഇത് വളരെ ഡ്രൈ ആയിട്ടും ഫ്ലേക്കി ഡാൻഡ്രഫ് ഉള്ളവർക്ക്, പൊടിയായിട്ട് ഡ്രൈ ആയവർക്ക് തലേന്ന് രാത്രി നമുക്ക് അപ്ലൈ ചെയ്ത് നല്ല മസാജ് ചെയ്ത ശേഷം രാവിലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ ഓവർനൈറ്റിൽ വെക്കാൻ പാടില്ലാത്തത് നോക്കാം. ചില കണ്ടീഷനിൽ ഡാൻഡ്രഫ് ആണെങ്കിലും തലയൊട്ടിയിൽ വളരെ ഓയിൽനെസ് ഫീൽ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഓയിലായിട്ട് ഫീൽ ചെയ്യുന്നത്, പെട്ടെന്ന് ഓയിൽനെസ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് ഓവർനൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ വരികയും കണ്ടീഷൻ വേഴ്സ്റ്റ് ആവുകയും ചെയ്യുന്നു. അതല്ലാതെ ചില ആൾക്കാർക്ക് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, എല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഹെർബൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത ശേഷം യൂസ് ചെയ്യുക. അങ്ങനെയുള്ളവർ ഓവർനൈറ്റ് വെക്കാൻ പാടുള്ളതല്ല.
ഈ ഓയിൽ താരന് മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് താരൻ പോവുകയും അതുപോലെ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ, തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ മാറ്റാൻ നല്ലതാണ്. മുടി കൊഴിച്ചിൽ നിൽക്കുവാനും മുടി നല്ലപോലെ വളരുവാനൊക്കെ സഹായിക്കും. ഇതുപോലെ തന്നെയാണ് നീലി ഭൃംഗാദി, ഭൃംഗരാജ ഓയിൽ, കയ്യോന്നി തൈലം, ഇതൊക്കെ താരന് നല്ലതാണ്. ചില കണ്ടീഷനിൽ തലയൊട്ടിയിൽ പിത്ത അഗ്രവേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ശോധന ട്രീറ്റ്മെൻറ്റും അത്യാവശ്യമായിട്ട് വരും. മുടി കൊഴിച്ച് ധാരാളം റീസൺ ഇല്ലാതെ തന്നെ മുടി കൊഴിയുക, അങ്ങനെ ആരോഗ്യമില്ലാത്ത മുടി, നാര് പോലെ മുടിയാവുക, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ധാരാളം ഉണ്ടാവുക, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട ശേഷം ശോധന ട്രീറ്റ്മെൻറ്റ്, ശരീരത്തിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, ശുദ്ധി വരുത്തിയ ശേഷം അതിനുള്ള മെഡിസിൻ ഉപയോഗിച്ച് മെഡിസിൻ കഴിച്ചിട്ട് ശുദ്ധി വരുത്തിയ ശേഷം ശോധന ട്രീറ്റ്മെൻറ്റ് ശേഷം നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മുടി ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ആയിട്ടുള്ളൊരു ഫലം ലഭിക്കുന്നതാണ്. നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.